ഹായ് ഗൈസ്, രാവിലെ തന്നെ മീനുകൾക്ക് മൊയിന കൊടുക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ നമ്മൾ മൊയിന ടാങ്കിൽ നിന്ന് മൊയിന കോരുന്ന സമയത്ത് അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ നിങ്ങളുമായിട്ട് ആ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. വേറൊന്നുമില്ല, നമ്മൾ ആദ്യമായിട്ടൊക്കെ മൊയിന ചെയ്യുന്ന സമയത്ത് നമുക്ക് അധികമൊന്നും കൾച്ചർ ചെയ്ത് കിട്ടാറുണ്ടാവില്ല. പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഫിഷിനെയൊക്കെ കീപ്പ് ചെയ്യുന്ന അതേപോലെ തന്നെ മൊയിനെയും കീപ്പ് ചെയ്യാന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് കൾച്ചർ കിട്ടും. അതായത് ഫിഷിനൊക്കെ വാട്ടർ ചേഞ്ച് കൊടുക്കുന്ന പോലെ തന്നെ ഞാൻ മൊയിനയ്ക്കും ആഴ്ചയിൽ ഒരു 50% വെള്ളം ചേഞ്ച് ചെയ്ത് കൊടുക്കാറുണ്ട്. മൊയിന കൾച്ചറൊക്കെ ആദ്യം ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഈസ്റ്റിലാണ് കേട്ടോ. അതുപോലെ തന്നെ ഈസ്റ്റ് മാത്രമല്ല, ഈസ്റ്റിലും മറ്റേ കപ്പങ്ങ അഥവാ പപ്പായയുടെ ഇലയിലും നമ്മൾ കൾച്ചർ ചെയ്തിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം റിസൾട്ട്, ഒരു ആവറേജ് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ പെട്ടെന്ന് തന്നെ നമ്മുടെ ആ കൾച്ചർ നശിച്ചു പോവാറുമുണ്ട്. അതാണ് മെയിൻ പ്രശ്നം. ഇപ്പോൾ ഒരു ദിവസം കിട്ടിയാൽ തന്നെ പിറ്റേ ദിവസം ആകുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. അതായിരുന്നു സാധാരണ നമുക്ക് വരാറുള്ള അവസ്ഥ. ഇപ്പം ഞാൻ കൾച്ചർ ചെയ്യുന്നത് ഈസ്റ്റിലാണ് കേട്ടോ. അപ്പോൾ എല്ലാ ദിവസവും ഈസ്റ്റ് കലക്കി ഒഴിക്കാറാണ് പതിവ്. അതുപോലെ തന്നെ ഒരു ദിവസം ഈസ്റ്റ് കലക്കി ഒഴിച്ച് പിറ്റേ ദിവസം നമ്മൾ ടാങ്ക് നോക്കുന്ന സമയത്ത് ആ ഈസ്റ്റിൻ്റെ കണ്ടൻറ്റ് അഥവാ ഒരു ക്ലൗഡി ആയിട്ടാണ് ആ ടാങ്ക് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ അതായത് ഈസ്റ്റ് പിന്നെ ഫീഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ അങ്ങനെ ചെയ്യാറില്ല. അത് ചിലപ്പോൾ ഓവർ ഫീഡായി പോയി നമ്മുടെ മൊയിനുകൾ മൊത്തം ഡെഡായി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. സോ നമ്മളെപ്പോഴും ഈസ്റ്റ് കലക്കി ഒഴിക്കുന്ന സമയത്ത് ആ ടാങ്കിലെ ഒരു ക്ലൗഡി ആയിട്ടുള്ള ആ ഒരു ഇത് പോയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. അതായത് നമ്മൾ ഈസ്റ്റ് കലക്കി ഒഴിക്കുമ്പോൾ തന്നെ ഒരു ക്ലൗഡി ആയിട്ട് ആ ഒരു ടാങ്ക് നിൽക്കുന്നുണ്ടാവും. അത് കുറച്ച് കുറയും. പിറ്റേ ദിവസം ആകുമ്പോഴേക്കും അത് ശരിക്കും കുറഞ്ഞ് വെള്ളം ഒന്ന് തെളിഞ്ഞ് വരും. അങ്ങനെ കുറച്ചൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട് എന്ന് തോന്നിയാൽ മാത്രം നമ്മൾ പിന്നെയും ഫീഡ് ചെയ്ത് കൊടുക്കുക. അല്ലാത്ത പക്ഷേ അത് ഫീഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മൊയിനെ കിട്ടും. അതുപോലെ തന്നെ നമ്മൾ സ്റ്റാർട്ടർ കൾച്ചർ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം തന്നെ കൾച്ചർ എടുക്കാമെന്ന് വിചാരിക്കരുത്. ഒരു 2-3 ദിവസം കഴിഞ്ഞാലാണ് ആ കൾച്ചർ ഒന്ന് സെറ്റായി നല്ല രീതിയിൽ തന്നെ മൊയിന എത്തുകയുള്ളൂ. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ഓക്കെ, ബൈ.